സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക്കിൽ ലക്നവി എംബ്രോയിഡറി വരുന്ന സൽവാർ സെറ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ പാറ്റേൺസ് ഒക്കെ കണ്ടിരുന്നു. അന്ന് നമ്മൾ ഷിഫോൺ ദുപ്പട്ടയോ അല്ലെങ്കിൽ ആ സോഫ്റ്റ് സിൽക്ക് ദുപ്പട്ട തന്നെയാണ് അന്നൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഓർഗൻസ ദുപ്പട്ടയാണ്. ഇതിൻ്റെ കളേഴ്സ് വരുന്നത് നല്ലൊരു ബ്ലൂ ടോണിൽ വരുന്നുണ്ട്, നല്ല സ്വീക്വൻസ് വർക്കൊക്കെ ചെയ്തിട്ട്. ഗ്രീൻ കളറിൽ വരുന്നുണ്ട്, മസ്റ്റർഡ് യെല്ലോ വരുന്നുണ്ട്, പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഓണിയൻ പിങ്ക് ടോണാണ്. ഇതിൽ വരുമ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഫുള്ളായിട്ടും ഇങ്ങനെ എംബ്രോയ്ഡറി വരും. അതുപോലെ തന്നെ ബോട്ടം സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടവും. ദുപ്പട്ട വരുമ്പം ഓർഗൻസ ഫാബ്രിക്കിൽ ഫുള്ളായിട്ടും ഹാൻഡ് എംബ്രോയ്ഡറിയാണ് ചെയ്തേക്കുന്നത്. സ്വീക്വൻസ് വർക്കൊക്കെ കൊടുത്ത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഈ വരുന്ന സൽവാർ സെറ്റിൻ്റെയൊക്കെ കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം. ഇതാണ് നമുക്ക് ഈ ഒരു സൽവാർ സെറ്റിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടും നല്ലൊരു ലക്നവി എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത്. യോക്കിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വരും. പിന്നെ കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറീസ് ആണ് നമുക്ക് താഴേക്ക് വരുന്നത്. സൈഡിൽ സ്ലീവിലും നല്ലൊരു വർക്ക് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും ഈ സൽവാസിൻ്റെ വരുന്നത്. ചെറിയ ചെറിയ സ്വീക്വൻസ് ഉള്ളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട ഓർഗൻസ ഫാബ്രിക്കിൽ ഫുള്ളായിട്ടും ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത്. അതിൽ നല്ല സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നല്ലൊരു കാന്ത ബോർഡറൊക്കെയാണ് വരുന്നത്. ഇത്രയും തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ദുപ്പട്ടയിലേക്ക് വന്നേക്കുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്ക് സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ നല്ല രസമായിട്ടുള്ള ഒരു യെല്ലോ ടോണിലാണ് വരുന്നത്. ദുപ്പട്ടയാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് വർക്കാണ് വന്നേക്കുന്നത്. സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ ഒലിവ് ഗ്രീൻ ടോണിലാണ് ഈ സൽവാർ സെറ്റ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ബ്ലൂ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്.